ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾ നടത്തുന്ന ഒരു ഉദ്യമമാണ് ദൈവ കരുണയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനുള്ള നമ്മുടെ പരിശ്രമം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്ന ധ്യാന ചിന്ത, ദൈവകരുണ ലഭിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എളിമപ്പെടണം എന്നുള്ളതാണ്. എളിയവരിലേക്ക് ദൈവം കരുണ വർഷിക്കും. അഹങ്കാരികൾക്ക് ദൈവകരുണ അപ്രാപ്യമാണ് എന്ന യാഥാർത്ഥ്യം ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 3:34 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു, വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. ദൈവം കാരുണ്യം പൊഴിക്കുന്നത് ആരുടെ മേലാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിനീതരുടെ മേൽ, എളിമയുള്ളവരുടെ മേൽ. അങ്ങനെയുള്ളവരുടെ മേലാണ് ദൈവത്തിൻ്റെ കരുണ കടന്നു വരുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 6-7 പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമ്മൾ കാണുന്നത്. 2-ാമത്തെ വചനം പ്രഭാഷകൻ 3:18. പ്രഭാഷകൻ 3:18 അവിടെ നമ്മൾ വായിക്കുന്നു: നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാവും. ദൈവത്തിൻ്റെ കൃപ കിട്ടാനും ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനും നാം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്: നീ എത്ര ഉന്നതനാണെങ്കിലും വിനീതനാവുക. എളിയവരിലേക്കാണ് ദൈവം തൻ്റെ സ്നേഹവും തൻ്റെ കരുണയും തൻ്റെ കൃപയും വർഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 18:12 നാം വായിക്കുന്നു: ഗർവം നാശത്തിന് മുന്നോടി, എന്നാൽ വിനയം ബഹുമതിക്കും. ഗർവം, അഹങ്കാരം നമ്മെ നയിക്കുന്നത് നാശത്തിലേക്ക്, വിനയം ബഹുമതിയിലേക്ക്. അതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം. സുഭാഷിതങ്ങൾ 29, 23-ാമത്തെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു: അഹങ്കാരി നിലംപതിക്കും. എളിമയുള്ളവരെ, നിലത്ത് കിടക്കുന്നവരെ പോലും ദൈവത്തിന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ അഹങ്കാരി നിലംപതിക്കും. വിനീത ഹൃദയർ ബഹുമതി നേടും. ഇതാണ് ഈ വചനത്തിൻ്റെയും സന്ദേശം. പ്രഭാഷകൻ 18:21 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം: വീഴും മുമ്പ് വിനീതനാവുക. നമുക്ക് എളിമപ്പെടാൻ സാധിച്ചാൽ പല വീഴ്ചകളും പല തകർച്ചകളും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ദൈവം ചില സൂചനകൾ പോലും നമുക്ക് തന്നേക്കാം, മുന്നറിയിപ്പുകൾ പോലും തന്നേക്കാം വീഴാതിരിക്കാൻ. അതിന് ദൈവം പറയാണ്: വീഴും മുമ്പ് വിനീതനാവുക. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും 2 വചനങ്ങൾ, ഒരേ സന്ദേശം തരുന്ന 2 വചനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ലൂക്ക 14:11, 18:14. ഈ 2 വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടും. അതുകൊണ്ട് നമ്മൾ അഹങ്കരിച്ചാൽ നാം താഴ്ത്തപ്പെടും, എളിമപ്പെട്ടാൽ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. 7 വചനങ്ങളും ഈ വിനയവുമായിട്ട്, വിനീതരുടെ മേൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എളിമയുടെ ചില സൽഫലങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എളിമയുടെ സൽഫലങ്ങൾ. ഒന്നാമത്തെ കാര്യം, എളിമ സാത്താനെ വിരട്ടി ഓടിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നൽകുന്നൊരു ചിന്തയാണ്: എളിമ സാത്താനെ വിരട്ടി ഓടിക്കും, എന്നാൽ അഹങ്കാരം സാത്താനെ ക്ഷണിച്ചു വരുത്തും. പറയുന്നുണ്ട്, എളിമയുള്ളവർക്കാണ് സധൈര്യം അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുക. അവര്
ഒരു പിശാചിനെയും ഒരു ദുഷ്ടശക്തിയെയും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ദൈവകരുണ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുന്ന ഒരു കാര്യം, എളിമ ദൈവകരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും. അതാണ്, നമുക്ക് എളിയവരാകാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ എളിമ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും. അഹങ്കാരമാണെങ്കിൽ സാത്താനെ ക്ഷണിച്ചു വരുത്തും, എളിമയാണെങ്കിൽ ദൈവകരുണ ക്ഷണിച്ചു വരുത്തും. മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതാണ്, എളിമയുണ്ടെങ്കിൽ ആ എളിമ ശിക്ഷ എടുത്തു മാറ്റുന്ന അനുഭവം പോലും നമുക്കുണ്ടാകാം. എളിമപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ പല ശിക്ഷകളും ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. 1 രാജാക്കന്മാർ 21:27 നമുക്ക് സുപരിചിതമാണ്. ആഹാബ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു. അത് കണ്ടിട്ട് ദൈവം പറഞ്ഞു, ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. പറയുണ്ട്, എളിമപ്പെടുന്നത് ശിക്ഷ ഒഴിവാകാൻ നമ്മെ സഹായിക്കും. രണ്ടാമതൊരു വചനം പ്രഭാഷകൻ 20:3 വചനമാണ്. പ്രഭാഷകൻ 20-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. അവിടെ പറയുന്നത്, കുറ്റം ഏറ്റുപറയുന്നവന് ശിക്ഷ ഇളച്ചു കിട്ടും. നമുക്ക് കുറ്റം ഏറ്റുപറയാൻ, കുറ്റം സമ്മതിക്കാൻ സാധിക്കണമെങ്കിൽ എളിമ വേണം. അഹങ്കാരികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് തെറ്റ് ചെയ്താൽ പോലും അതൊന്ന് അംഗീകരിക്കുക, അനുദപിക്കുക എന്നുള്ള കാര്യം. എളിമയുള്ളവരാണെങ്കിൽ അവര് കുറ്റം സമ്മതിക്കും, കുറ്റമേറ്റു പറയും. അത് ശിക്ഷ ഇളച്ചു കിട്ടുന്നതിന് സഹായമാകും. നമ്മൾ കാണുന്നുണ്ട്, പത്രോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ലൂക്ക 22:62 വായിച്ചാൽ, അവൻ എളിമയോടെ തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. കർത്താവ് അവൻ്റെ മേൽ കാരുണ്യം വർഷിക്കുന്നതാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എളിമ നമ്മുടെ പ്രാർത്ഥന മൂർച്ചയുള്ളതാക്കും. അതുകൊണ്ടാണ് പ്രഭാഷകൻ 35:21 പറഞ്ഞിട്ടുണ്ട്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മൂർച്ചയുള്ളതാക്കാൻ എളിമയ്ക്ക് സാധിക്കും. അടുത്തത് 5-ാമത്തെ കാര്യം, ലൂക്ക 1:48 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പരിശുദ്ധ കന്യാമറിയം പറഞ്ഞ ഒരു കാര്യമാണ്, ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. എളിമയുള്ളവർക്ക് ദൈവത്തിൻ്റെ കടാക്ഷം ലഭിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതൊരു കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയാണ്. അത് എളിമയുടെ ചില ബാഹ്യ അടയാളങ്ങളാണ്. നമുക്ക് എളിമയുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ചില ബാഹ്യ അടയാളങ്ങളുണ്ട്. അതെൻ്റെ ജീവിതത്തിലുണ്ടോ ഇല്ലയോ എന്നത് ഞാൻ കണ്ടെത്തണം. പ്രഭാഷകൻ 10:7 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എളിമയുള്ളവർ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവാശ്രയത്വം കുറയുന്നത്, പ്രാർത്ഥന കുറയുന്നത് അഹങ്കാരത്തിൻ്റെ സൂചനയാണ്. വീണ്ടും 2 മക്കബായർ 9:1 മുതൽ വായിച്ചാൽ, എളിമയുള്ളവർ പരാജയം വരുമ്പോൾ പ്രതികാരദാഹിയാകില്ല. ഈ വചനഭാഗത്ത് നമ്മൾ കാണുകയാണ്, അന്തിയോക്കസ് ഒരു പരാജയം വന്നപ്പോൾ അവൻ പ്രതികാരദാഹിയായിട്ട് മാറി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, എളിമയുള്ളവർ മറ്റുള്ളവരുടെ നന്മയും കഴിവും അംഗീകരിക്കും. അതുപോലെ തന്നെ സ്വന്തം കുറവുകൾ, വീഴ്ചകൾ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഇതെല്ലാം എളിമയുള്ളതിൻ്റെ സൂചനയാണ്. അവസാനമായിട്ട്, എളിമയിൽ വളരാനുള്ളൊരു മാർഗം വിശുദ്ധ മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, 2 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എളിമയിൽ വളരാൻ പറ്റും. ഒന്ന്, നിന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ഏറ്റവും മിനിമം സംസാരിക്കുക. നമുക്കറിയാമല്ലോ, നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുക. അങ്ങനെയുള്ള സമയത്ത് അത് ആത്മപ്രശംസയായി മാറാൻ ചാൻസ് ഉണ്ട്. നിന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ഏറ്റവും മിനിമം, ഏറ്റവും കുറച്ച് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, അവഹേളനം അനർഹമാണെങ്കിലും പരാതി കൂടാതെ സ്വീകരിക്കുക. അനർഹമായ ഒരു അവഹേളനം വന്നാൽ അതെടുക്കാൻ അത്ര എളുപ്പമല്ല. നമ്മളിൽ പലരും പ്രതികരിച്ചു പോകുന്നത് അവിടെയാണ്. ആ സാഹചര്യത്തിൽ
പരാതി കൂടാതെ അതെടുക്കാൻ സാധിച്ചാൽ നിനക്ക് എളിമയിൽ വളരാൻ സാധിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതും വിശുദ്ധര് നമ്മെ പഠിപ്പിക്കുന്നതും. നമുക്ക് അല്പസമയം കണ്ണുകൾ നടയ്ക്കാം. ദൈവകരുണയെക്കുറിച്ച് നമ്മൾ നടത്തിയ ധ്യാന ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകുവാൻ, ഫലമണിയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ലോകം മുഴുവനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, കരുണ ചൊരിഞ്ഞതിനോട് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.